യാത്ര തുടരാം താതനൊപ്പം, യാത്ര തുടരാം താതനൊപ്പം. ഇവാനിയൻ ധ്യാനയാത്ര, പാദാനുയാത്ര. പുണ്യശ്ലോകനായ മാർ ഇവാനിയോസ് പിതാവ് നമ്മിലിത് വാങ്ങിപ്പോയിട്ട് 71 വർഷങ്ങൾ പൂർത്തിയാകുകയാണ്. പിതാവ് നമ്മിൽ നിന്ന് വാങ്ങിപ്പോയിട്ട് 71 വർഷം പൂർത്തിയാകുന്ന അവസരത്തിൽ പിതാവിനെ ആഗോള കത്തോലിക്കാ സഭ ധന്യനായി അംഗീകരിച്ച് പിതാവിൻ്റെ ജീവിതത്തെ വിശുദ്ധ പദവിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്ന അവസരത്തിലാണ് ഈ വർഷം പിതാവിൻ്റെ ഓർമ്മ പെരുന്നാൾ നമ്മൾ ആചരിക്കുന്നത്. പിതാവിൻ്റെ ഓർമ്മ പെരുന്നാൾ ആചരിക്കുന്ന അവസരത്തിൽ നമ്മളുടെ ധ്യാനത്തിന്, നമ്മുടെ പഠനത്തിന് നമ്മൾ വിഷയമാക്കുന്നത് പിതാവിൻ്റെ ദർശനങ്ങളെക്കുറിച്ചാണ്. കാലത്തിനും അതീതമായി ചിന്തിച്ച ഒരു മഹത് വ്യക്തിയായിരുന്നു അഭിമന്യ മാർ ഇവാനിയോസ് പിതാവ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പിതാവിൻ്റെ വ്യത്യസ്തമായ ദർശനങ്ങൾ ആഗോള കത്തോലിക്കാ സഭ പല ദർശനങ്ങളെയും ഏറ്റെടുക്കുന്നതിന് മുൻപ് തന്നെ ആ ദർശനങ്ങൾ തൻ്റെ ജീവിതത്തിലൂടെ നമ്മളുമായി സംവദിച്ചിട്ടാണ് അഭിമന്യ പിതാവ് ഈ ലോക ജീവിതം അവസാനിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നുപോയത്. ഇതുപോലെയുള്ള ഒരു ദർശനത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി അല്പം ചിന്തിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നത്. അഭിമന്യ പിതാവിന് സഭയെക്കുറിച്ച് കൃത്യമായ ഒരു ദർശനം ഉള്ള ഒരു വ്യക്തിയായിരുന്നു. പിതാവിൻ്റെ സഭയെക്കുറിച്ചുള്ള ദർശനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയമെന്ന് പറയുന്നത് സഭ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിലുള്ള കൂട്ടായ്മ ജീവിതത്തിൻ്റെ ഒരു ദൃശ്യമായ ആവിഷ്കരണമാണ് എന്നുള്ള ചിന്തയാണ്. സഭ ഈ ലോകത്തിൽ അവതരിപ്പിക്കുന്നത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിലുള്ള ഒരു കൂട്ടായ്മ ജീവിതത്തിൻ്റെ അനുഭവത്തെയാണ്. ആദവും ഹൗവയും പിതാവായ ദൈവവും ചേർന്ന് പറുദീസായിൽ രൂപപ്പെട്ട ആദ്യത്തെ ഒരു കൂട്ടായ്മ. എന്നാൽ ഈ കൂട്ടായ്മ നഷ്ടപ്പെടുന്നു. എങ്ങനെയാണ് ഈ കൂട്ടായ്മ നഷ്ടപ്പെട്ടത്? ഈ കൂട്ടായ്മ നഷ്ടപ്പെട്ടത് ആദത്തിനും ഹൗവായിക്കും പറുദീസായിൽ വെച്ച് ഉണ്ടായ ഒരു പാപ അവസ്ഥയിലൂടെയാണ്. ദൈവത്തെ അനുസരിക്കാനായിട്ട് അവർ വിമുഖത കാണിച്ചതിൻ്റെ ഫലമായി അവർക്ക് നഷ്ടപ്പെട്ട ദൈവവുമായിട്ടുള്ള ഐക്യം, അവർക്ക് നഷ്ടപ്പെട്ട ആ കൂട്ടായ്മ തൻ്റെ പുത്രനിലൂടെ, തൻ്റെ പുത്രൻ്റെ പ്രവർത്തനങ്ങളിലൂടെ വീണ്ടും പിതാവായ ദൈവം ഈ ലോകത്തിൽ പുനഃസ്ഥാപിക്കുന്നു. ഈ ഐക്യം, ഈ ദൈവ ഐക്യം, ഈ ദൈവിക കൂട്ടായ്മ ഭൂമിയിൽ നിലനിർത്താനായി സഭയെ ദൈവം ഭരമേൽപ്പിക്കുന്നു. സഭയെ പുത്രനിലൂടെ ദൈവം ഭരമേൽപ്പിക്കുന്നു. സഭ ഇന്ന് ലോകത്തിൽ തുടർന്നു കൊണ്ടുപോകുന്നത് ഈ ഒരു ദൗത്യമാണ്. അതുകൊണ്ട് തന്നെയാണ് മാർ ഇവാനിയോസ് പിതാവ് തൻ്റെ ചിന്തകളിൽ, തൻ്റെ ലേഖനങ്ങളിൽ, തൻ്റെ എഴുത്തുകളിൽ വളരെ കൃത്യമായിട്ട് പറയുന്നത് ക്രിസ്തു തൻ്റെ പരസ്യ ജീവിതകാലത്ത് തൻ്റെ ജീവിതത്തിലൂടെ അവതരിപ്പിച്ച പിതാവുമായിട്ടുള്ള കൂട്ടായ്മ, പിതാവുമായിട്ടുള്ള ഐക്യം ഈ ലോകത്തിൽ ആവിഷ്കരിക്കുന്ന ഒരു സംവിധാനമാണ് സഭ എന്നുള്ള ആശയം. ദൈവബന്ധം സാധ്യമാകുന്ന ഇടമായി സഭയെ ഇതിനാൽ തന്നെ നമുക്ക് നിർവചിക്കാം. അനുസരണത്തിലൂടെ പറുദീസായിൽ നഷ്ടപ്പെട്ടു പോയ ദൈവബന്ധം തൻ്റെ അനുസരണത്തിലൂടെ പുത്രൻ വീണ്ടെടുത്ത് നമുക്ക് നൽകിയ അനുഭവത്തെ സഭയിലൂടെ വീണ്ടും നാം ജീവിക്കുന്നു. അഭിമന്യ മാർ ഇവാനിയോസ് പിതാവ് ദൈവസമ്പാദനം എന്ന ആശയം തൻ്റെ ചിന്തകളിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഈ ഒരു പശ്ചാത്തലത്തിലാണ്. ദൈവസമ്പാദനം എന്ന ആശയം ഇവാനിയൻ ചിന്തകളിൽ പ്രസക്തമാകുന്നത് ഇതിനാലാണ്. ദൈവത്തെ സമ്പാദിച്ച് ദൈവവുമായുള്ള ബന്ധം ഉറപ്പിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമാണ് സഭ ദൃശ്യാവിഷ്കരിക്കുന്ന കൂട്ടായ്മ ജീവിതത്തെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നത്. അഭിമന്യ പിതാവിൻ്റെ ഒരു വലിയ പ്രത്യേകത, പിതാവ് തൻ്റെ ഈ ഒരു വലിയ ആശയത്തെ സന്യാസം എന്ന ഒരു വലിയ മാധ്യമത്തിലൂടെയാണ് ജനങ്ങളുടെ മുൻപിലേക്ക് അവതരിപ്പിച്ചത്. മിശിഹായെ പിന്തുടരുന്ന, ലോകത്തിന് മരിച്ച സ്വയം പരിത്യാഗികളായ സന്യാസപദം സ്വീകരിച്ച ഒരു വ്യക്തിക്ക് മാത്രമാണ് യഥാർത്ഥമായിട്ട് ക്രിസ്തുവിനെ അറിയുവാനും സമ്പൂർണമായ ദൈവസമ്പാദനം പൂർത്തിയാക്കി ജീവിക്കുവാനും സാധിക്കുകയുള്ളൂ എന്ന പിതാവിൻ്റെ ദർശനം സഭ ദൃശ്യാവിഷ്കരിക്കുന്ന കൂട്ടായ്മ ജീവിതത്തെ തങ്ങളുടെ സന്യാസ ജീവിതത്തിലൂടെ ഓരോ സന്യാസിയും തൻ്റെ ജീവിതത്തിലൂടെ അവതരിപ്പിക്കണം എന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ്.
അതിനാൽ തന്നെയാണ് സന്യാസം എന്ന് പറയുന്നത് സഭയുടെ ചങ്കാണ് എന്ന് സന്യാസ ജീവിത സഹായിയിൽ അഭിമന്യ പിതാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ സന്യാസം എന്ന് പറയുന്നത് സഭ ഇന്ന് ദൃശ്യാവിഷ്കരിക്കുന്ന, ലോകത്തിൽ ദൃശ്യാവിഷ്കരിക്കുന്ന കൂട്ടായ്മ ജീവിതത്തിൻ്റെ ഒരു ചെറിയ രൂപമാണ്. ഓരോ സന്യാസ സമൂഹവും ഓരോ സന്യാസിയും ഈ ലോകത്തിൽ പൂർത്തിയാക്കേണ്ടത് സഭ കൂട്ടായ്മ ജീവിതത്തിൻ്റെ ദൃശ്യാവിഷ്കരണമാണ് എന്ന ഒരു വലിയ ആശയമാണ്. പിതാവ് മുൻകൈയെടുത്ത് പൂർത്തിയാക്കി പുനരൈക്യം എന്നുള്ള ഒരു വലിയ ദൗത്യം തന്നെ സഭ കൂട്ടായ്മയാണ് എന്ന വലിയ ഓർമ്മപ്പെടുത്തലാണ്. പുനരൈക്യം എന്ന് പറയുന്ന ഒരു വലിയ ദർശനം ക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ നിന്നും അകന്നു നിൽക്കുന്ന ഒരു വ്യക്തി വീണ്ടും ക്രിസ്തുവുമായി ഐക്യപ്പെടുന്ന ഒരു അവസ്ഥയായിട്ടാണ് പിതാവ് തൻ്റെ എഴുത്തുകളിൽ, തൻ്റെ പുസ്തകങ്ങളിൽ, തൻ്റെ ലേഖനങ്ങളിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം സഭ ക്രിസ്തുവിൻ്റെ ഭൗതിക ശരീരമാണ്. ഇതിൻ്റെ ശിരസ് ക്രിസ്തുവാണ്. ഓരോ വ്യക്തിയും ഈ ശരീരത്തിലെ അവയവങ്ങളാണ് എന്ന പൗലോസ് അപ്പോസ്തലൻ്റെ പഠനമാണ്. സഭാഗാത്രത്തിൽ നിന്നും വിഘടിച്ച് നിൽക്കുക എന്നാൽ ക്രിസ്തുവുമായുള്ള കൂട്ടായ്മയിൽ നിന്നും അകന്നു നിൽക്കുക എന്നതാണ് അർത്ഥം. ഇതിനാൽ ഇപ്രകാരം അകന്നു നിൽക്കുന്നവൻ പാപത്തിൽ ജീവിക്കുന്നു എന്ന ബോധ്യം, പാപത്തിൽ ജീവിക്കുന്നു എന്നുള്ള ഒരു മാനസികമായ സംഘർഷം, ഇതാണ് പിതാവിനെ കത്തോലിക്ക സഭയുമായിട്ട്, സത്യസഭയുമായിട്ട് പുനരൈക്യപ്പെടുവാനായിട്ട് പ്രേരിപ്പിച്ച ഘടകം. ചുരുക്കത്തിൽ പിതാവിൻ്റെ സഭയെക്കുറിച്ചുള്ള ദർശനം സഭ കൂട്ടായ്മയുടെ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ള ബന്ധത്തിൻ്റെ ദൃശ്യാവിഷ്കാരമാണ് എന്നുള്ള ഒരു ബോധ്യമാണ് പിതാവിനെ സന്യാസം എന്നുള്ളൊരു വലിയ പ്രസ്ഥാനം തുടരുവാൻ, സ്ഥാപിക്കുവാനായിട്ട് പ്രേരണ നൽകിയത്, പുനരൈക്യ പ്രസ്ഥാനത്തിന് തുടക്കമിടുവാനായിട്ട് കാരണമായത്. ഇന്ന് പിതാവിൻ്റെ സഭയെക്കുറിച്ചുള്ള വലിയ ദർശനത്തിൽ രണ്ടാമതായി പിതാവിൻ്റെ ഏറ്റവും വലിയ ദർശനം എന്ന് പറയുന്നത് സഭ സുവിശേഷകയാണ് എന്നുള്ളൊരു വലിയ ബോധ്യമാണ്. സുവിശേഷ ദൗത്യമാണ് സഭ ഈ ഭൂമിയിൽ പൂർത്തിയാക്കുന്നത്. പിതാവിൽ നിന്ന് ലഭിച്ച് പുത്രൻ പൂർത്തിയാക്കിയ രക്ഷയുടെ സന്ദേശം സഭയിലൂടെ എല്ലാവരിലേക്കും എത്തുകയാണ്. ക്രൈസ്തവ സഭയുടെ സർവപ്രധാനമായ ചുമതല എന്ന് പറയുന്നത് സുവിശേഷ പ്രചരണമാണ്. രക്ഷകനായ മിശിഹ തമ്പുരാനെ എല്ലാവർക്കും കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ മുദ്രാവാക്യം എന്നാണ് അഭിമന്യ പിതാവ് ഗിരിദീപത്തിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പിതാവ് സഭയെക്കുറിച്ചാൽ പ്രാർത്ഥനയിൽ ഇപ്രകാരമാണ് പ്രാർത്ഥിക്കുന്നത്: ലോകരക്ഷകനായുള്ളോവേ, അവിടുത്തെ അഭീഷ്ടമെന്തോ അതുതന്നെയാണ് അതിൻ്റെ ധർമ്മം എന്നറിയുവാൻ സാനുകമ്പം അതിൻ്റെ ഹൃദയാന്തർഭാഗത്തെ കടാക്ഷിക്കണമേ. പിതാവിൻ്റെ ഇഷ്ടമെന്തോ, പുത്രൻ്റെ ഇഷ്ടമെന്തോ അത് പൂർത്തിയാക്കുകയാണ് സഭയുടെ ധർമ്മം എന്നുള്ള കൃത്യമായ ഒരു ഓർമ്മപ്പെടുത്തലാണ് പിതാവ് തൻ്റെ കാഴ്ചപ്പാടുകളിലൂടെ, തൻ്റെ ലേഖനങ്ങളിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. പിന്നെ പിതാവിന് ഈ ഒരു വലിയ ദർശനം കിട്ടിയതിനൊരു വലിയ പശ്ചാത്തലമുണ്ട്. 1910 വേൾഡ് മിഷനറി കോൺഫറൻസ്, എഡിൻബറോയിൽ നടന്ന വേൾഡ് മിഷനറി കോൺഫറൻസ്, ആംഗ്ലിക്കൻ ചർച്ച് വിളിച്ചുകൂട്ടിയ വേൾഡ് മിഷനറി കോൺഫറൻസിൻ്റെ പശ്ചാത്തലത്തിൽ 1912 ഡോക്ടർ ആർ മോഡ് മിഷനറി കോൺഫറൻസ് ഫോർ യൂത്ത് സെറാംപൂരിൽ വിളിച്ചുകൂട്ടി. ഇതിൽ പങ്കെടുക്കാനായിട്ട് വട്ടശ്ശേരിൽ മാർ ദീവന്യാസ്യോസ് പിതാവിൻ്റെ കൂടെ സെറാംപൂർ സന്ദർശിച്ച വേളയിൽ സെറാംപൂരിൽ പഠിപ്പിക്കാനായിട്ടൊരു ക്ഷണം കിട്ടുകയും അവിടെ വെച്ച് ഒരു മിഷനറി പരിവർത്തനം, സുവിശേഷാത്മകമായ പരിവർത്തനം മാർ ദീവന്യാസ്യോസ് പിതാവിൽ സംഭവിക്കുന്നുണ്ട്. മിഷൻ എന്താണ് എന്ന്, സഭയുടെ ദൗത്യം എന്താണ് എന്ന് കൂടുതൽ തിരിച്ചറിഞ്ഞ ഒരു പിതാവ് ഈ ഒരു ദൗത്യത്തിൽ നിന്ന്, ഈ ഒരു ദൗത്യം ജീവിക്കുന്നതിൽ നിന്ന് എത്രയോ പിന്നിലാണ് തൻ്റെ സഭ ജീവിക്കുന്നത് എന്നുള്ളൊരു തിരിച്ചറിവ് കൂടുതൽ സഭാ ദൗത്യത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുവാനായിട്ട് പിതാവിനെ പ്രേരിപ്പിച്ചു. ഈ ഒരു പ്രേരണയാണ് ആദ്യം ഒരു മിഷനറി സമൂഹം സഭയിൽ സ്ഥാപിച്ച് നല്ല മിഷനറികളെ രൂപപ്പെടുത്താനായിട്ട് പിതാവ് ചിന്തിക്കുവാനായിട്ട് കാരണമായത്. എന്നാൽ യഥാർത്ഥമായിട്ട് ദൈവത്തെ കാണിച്ചു കൊടുക്കുവാൻ ദൈവസേവനത്തെക്കാൾ ഉപരി ദൈവസമ്പാദനം തീക്ഷ്ണമായിട്ട് ഉൾക്കൊള്ളുന്ന, ഏറ്റെടുക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന തിരിച്ചറിവാണ് ഒരു സന്യാസ സമൂഹം സ്ഥാപിക്കാനായിട്ട് പിതാവിനെ പ്രേരിപ്പിച്ചത്. അപ്പോൾ സുവിശേഷത്തെ ജീവിക്കുന്ന, സുവിശേഷത്തിന് വേണ്ടി ജീവൻ കൊടുക്കുന്ന സർവാംഗ പരിത്യാഗികളായ സന്യാസികളിലൂടെ ക്രിസ്തുവിൻ്റെ ദൗത്യം ഏറ്റെടുക്കുന്ന സഭയുടെ സുവിശേഷവാഹകരായി നമ്മൾ ഓരോരുത്തരും ആയിത്തീരണം എന്നുള്ള പിതാവിൻ്റെ ഉത്കടമായ ആഗ്രഹം, ഈ ഒരു ആഗ്രഹത്തിലൂടെ സ്ഥാപിതമായ സന്യാസ സമൂഹത്തിൻ്റെ
പിന്നിലുള്ള പ്രേരക ശക്തി എന്ന് പറയുന്നത് പിതാവിന് സഭയെക്കുറിച്ചുള്ളൊരു ദർശനമാണ്. സഭ സുവിശേഷകയാണ്. ഈ ഒരു ദർശനം തന്നെയാണ് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ മുന്നോട്ട് വച്ചത്, സുവിശേഷകയായ സഭ. ഈ സഭയുടെ ദൗത്യത്തെക്കുറിച്ചാണ് പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ സിനഡാത്മക സഭയിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. സഭ കൂട്ടായ്മയാണ്, സഭ ഒരു പങ്കാളിത്ത സഭയാണ്, സഭ ഒരു മിഷനറി സുവിശേഷകയാണ്. അഭിമന്യ മാർ ഇവാനിയോസ് പിതാവ് എത്രയോ കാലങ്ങൾക്ക് മുൻപേ ഈ ഒരു ദർശനങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അത് ജീവിക്കുവാനായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മളുടെ സഭയിൽ രൂപപ്പെടുത്തുകയും ചെയ്തു. പിതാവിൻ്റെ 71-ാം ഓർമ്മ പെരുന്നാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ പിതാവിൻ്റെ ജീവിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, നമ്മെ വെല്ലുവിളിക്കുന്നത് ഈ ഒരു ദർശനങ്ങളുടെ പൂർണ്ണത നമ്മളുടെയൊക്കെ ജീവിതത്തിലൂടെ ഈ സഭയിൽ ജീവിക്കുന്നതിന് വേണ്ടിയാണ്. സഭ ഈ ലോകത്തിൽ ദൃശ്യാവിഷ്കരിക്കുന്ന കൂട്ടായ്മ ജീവിതം നമ്മളുടെയൊക്കെ സഭാജീവിതത്തിലൂടെ നമുക്ക് ജീവിക്കാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. ദൈവവുമായിട്ടുള്ള സമ്പൂർണമായ ബന്ധത്തിൽ, ദൈവസമ്പാദനത്തിലൂടെ നമ്മൾ നേടിയെടുക്കുന്ന ദൈവബന്ധത്തിലൂടെ ഈ കൂട്ടായ്മ ജീവിതത്തിൽ ആഴപ്പെടുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അതിലൂടെ സഭയുടെ യഥാർത്ഥ ദൗത്യം, സഭയുടെ അന്തസത്ത എന്ന് പറയുന്ന സുവിശേഷ ദൗത്യത്തിൻ്റെ വാഹകരാകാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഇപ്രകാരം നമ്മൾ ജീവിക്കുമ്പോഴാണ് നമ്മളുടെ ജീവിതം പരിശുദ്ധ മാർപ്പാപ്പയൊക്കെ സൂചിപ്പിക്കുന്നത് പോലെ സഭയോട് ചേർന്നുള്ള ഒരു ജീവിതമായിട്ട് രൂപപ്പെടുന്നത്. നമ്മുടെ ജീവിതം നമ്മളുടെ സഭാപിതാവായ മാർ ഇവാനിയോസ് പിതാവിൻ്റെ ആഗ്രഹങ്ങൾക്ക് അനുസൃതമായി തീരുന്നത്. ഇതിന് ദൈവം തമ്പുരാൻ നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.